അവൻ്റെ ബോഡിയിലൊരു ടച്ചിങ് ഫീല്, പിന്നെ ദേഹത്ത് മുഴുവൻ മാന്തിയ ടൈപ്പ്, കണ്ണാടിയിൽ കുറച്ച് നേരം നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു വേറെ ടൈപ്പ് ഓഫ് ഷിവറിങ് വരാം. കാര്യം മിറർ ഓൾറെഡി ഒരു പോർട്ടലാണ്. അതെ അതെ, എൻ്റെ കൂടെയുള്ള എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് അത് ബാധിച്ചു. അവരിൽ നിന്ന് ഇമോഷണലി എനിക്ക് ട്രിഗർ അടിച്ചു. ഞാൻ ഇമോഷണലി വീക്കായി. എൻ്റെ 2 ദിവസം എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോയി. ഞാൻ അതിനെ ടച്ച് ചെയ്യുമ്പോഴാണ് ആ എനർജി ഉപയോഗിച്ചിട്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നവരെ മൊത്തം വീക്കാക്കുന്നത്. കൂടെ നിൽക്കുന്നവരെ മൊത്തം വീക്കായി കഴിഞ്ഞാൽ നമ്മൾ വീക്കായി. കണക്ഷൻ കട്ട് ചെയ്താൽ പിന്നെ സോള് അത് പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമില്ല. സോൾ ഇവിടെ നിൽക്കണം, മുകളിലോട്ട് പോകണം, താഴത്തോട്ട് പോകണം എന്നൊക്കെ അത് മറ്റൊരു വിഷയമാണ്, മറ്റൊരു മേഖലയാണ്. നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തെരേസയ്ക്ക് അറിയാം, നമ്മൾ രണ്ടുപേരും കൂടി ഇരിക്കുന്ന സമയത്തും ഇവിടെയുള്ള പ്രസൻസ് എന്താണ്, നമുക്ക് ചുറ്റുമുള്ള. ഇപ്പോൾ എനിക്ക് ഇതെല്ലാം എനിക്ക് പറഞ്ഞു തരുന്നത് ആരാണെന്നും ഇതെല്ലാം ഒരു പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്ക് മനസ്സിലാവും. ഇതൊരിക്കലും എൻ്റെ ബോധത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല. വളരെ സത്യസന്ധമായിട്ട് ഞാൻ എൻ്റെ ബോധത്തിൽ നിന്നല്ല ഇതൊന്നും പറയുന്നത്. എൻ്റെ ബോധത്തിലോ എൻ്റെ വളരെ വർഷങ്ങൾക്ക് മുന്നിലുള്ള അനുഭവങ്ങളിൽ ഇതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ബോധത്തിൽ നിന്നല്ല ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും എൻ്റെ അടുത്തോട്ട് വരുന്ന പല കേസുകളിലും ഞാൻ പണം വാങ്ങാറില്ല എന്നുള്ളത്. കാരണം നമ്മൾ പണത്തെ പറ്റി പലപ്പോഴും അറിയാലോ, ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ദുഃഖങ്ങളും പലപ്പോഴും അനുഭവിച്ച് വരുന്നൊരു വ്യക്തിയോട് നമ്മൾ പറയുക ഇത്ര രൂപ എനിക്ക് ഫീസ് തരണമെന്ന് പറഞ്ഞാൽ അത് നമ്മളെ വ്യക്തിയോട് ചെയ്യുന്നൊരു ക്രൂരതയാണ്. നമ്മൾ 1 രൂപയെങ്കിലും ദക്ഷിണ വാങ്ങിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ പലപ്പോഴും കുറച്ച് ക്രൂരതയാണ്. കാരണം നമ്മുടെ അടുത്തോട്ട് വരുന്നത് നമുക്ക് നിശ്ചയിക്കപ്പെട്ട നമ്മുടെ കർമ്മോ അത് നമ്മൾ തന്നെ ചെയ്യേണ്ട വിഷയമോ. ഇപ്പം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ഒരു പയ്യൻ, അവൻ നല്ല കഴിവുള്ളൊരു പയ്യനാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് രാത്രി കിടത്തി ഉറക്കുന്നില്ല. അവന് ഭക്ഷണം ഈ പറയുന്ന ഡൈജഷൻ ഇഷ്യൂ ഭീകരമായിട്ട് കയറുന്നു. അവന് ഭയങ്കരമായിട്ട് വെറുതെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര പേടി, അവൻ്റെ ബോഡിയിലൊരു ടച്ചിങ് ഫീല്, പിന്നെ ദേഹത്ത് മുഴുവൻ മാന്തിയ ടൈപ്പ്, കൈ എത്താത്ത സ്ഥലങ്ങളിൽ പാടുകൾ വന്ന് വീഴുക, കണ്ണാടിയിൽ കുറച്ച് നേരം നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു വേറെ ടൈപ്പ് ഓഫ് ഷിവറിങ് വരാം. കാര്യം മിറർ ഓൾറെഡി ഒരു പോർട്ടലാണ്. അതെ അതെ. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ആ പയ്യൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, പലപ്പോഴും ഇത്തരം മേഖലയിൽ നിൽക്കുന്ന ആളുകളും 90% ഫേക്കാണ്. അറിയാലോ, 90% ഫേക്ക് ആളുകളാണ്. അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയാൻ പാടില്ല. അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇഷ്യൂ വരുന്ന ആളുകളെ പറഞ്ഞ് പേടിപ്പിച്ച് പാനിക്കാക്കി, ചിലപ്പോൾ സൈക്കോസൊമാറ്റിക് ആവാം. പേടിപ്പിച്ച കേസ് ഇഷ്ടംപോലെ എനിക്ക് വരാറുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പബ്ലിക്കലി അത് പറയണ്ട. അല്ല, അറിയാലോ, മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. എന്നാൽ ആലോചിച്ച് നോക്ക്, നമ്മുടെ അടുത്തിട്ട് സഹായത്തിന് വരുന്ന ഒരാളുടെ ജീവനാണ്. നമ്മൾ ഒരു ജീവന് വാല്യൂ കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ലൈഫിൽ ആ വാല്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതൊരാളുടെ ഇമോഷൻ ബേസ് ആണെങ്കിലും ഒരാളുടെ ബോഡി ബേസ് ആണെങ്കിലും നമ്മളതിന് വാല്യൂ കൊടുത്തേ പറ്റൂ. അപ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്തോട്ട് വരുന്ന ഇത്തരത്തിലുള്ള കേസുകൾ പലപ്പോഴും ഞാൻ അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ എക്സ്ട്രീംലി എന്താ പറയുക, ഭയങ്കരമായിട്ടും അതിഭീകരമായിട്ടുള്ള വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കയറി ഇറങ്ങി പോകുമ്പോഴും നമ്മളെ പിടിച്ചു നിർത്താൻ ദൈവൻ അനുഗ്രഹിച്ച 1-2 പേര് കാണും. ഇല്ലേ? എനിക്ക് 1-2 മാക്സിമം ഒരു 3 പേര്. അപ്പം ആ 3 പേരിൽ ഒരാൾ ചില സമയത്ത് കാണും, ഇല്ലായിരിക്കാം. 2 പേരെ ഫോർ ഷുവർ എനിക്കുണ്ട്. എനിക്കതെ. എനിക്ക് അങ്ങനെ അത്രയും അധികം ആളുകളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടാറില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള മറ്റൊരു വിഷയം. പിന്നെ ബാക്കി കുറേ ആളുകൾ പുറത്തുണ്ടല്ലോ. നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് 1-2-3 പേരൊക്കെ മാക്സിമം വെക്കാറുള്ളൂ. കാര്യം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ജീവന്, മനുഷ്യൻ, ഇപ്പം എൻ്റെ കേസിൽ മനുഷ്യൻ മാത്രമല്ല, സോളിൻ്റെ കേസാണെങ്കിൽ പോലും അത്രയും പ്രാധാന്യത്തോടു കൂടി നമ്മളത് കൺസിഡർ ചെയ്യും. നമ്മുടെ സമയത്തിനോ നമ്മൾ ഫുഡ് കഴിച്ചോ നമ്മൾ ഉറങ്ങിയോ ഇതിനൊന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മൾ നേരത്തെയും കഴിഞ്ഞ പ്രാവശ്യം ഇതേ വിഷയം സംസാരിച്ചതാണ്. സ്പിരിച്വൽ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും സഞ്ചരിക്കുന്നത്. കാരണം എപ്പോഴും ഒരു ഡിവൈൻ പവർ കിട്ടുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക്. അവരെ ഒന്നും ബാധിക്കില്ല എന്നുള്ള അത് ആ ഡിവൈൻ അല്ലെങ്കിൽ ആ എന്താണോ ആ ശക്തി, ആ എനർജി അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടോ. പക്ഷെ അവരെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അത് ഭീകര പ്രശ്നമാണത്.
പലപ്പോഴും ഞാൻ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും എൻ്റെ ഒരു ഏറ്റവും വലിയ പേടി എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ളത്. കാരണം നമുക്ക് പലപ്പോഴും നമ്മൾ അറിയ പോലുമില്ല ഇത് എപ്പോഴാണ് സംഭവിക്കണമെന്ന്. നമുക്ക് ഒരു പക്ഷേ മുൻകൂട്ടി നമ്മൾ കാണുകയോ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഇവരെല്ലാവരും നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന പല ആളുകളും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ പോലും ഓരോ കേസ് നമ്മൾ ഓൺലൈനിലേക്കൂടെയോ അല്ലാതെ അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകൾ വീക്കാവുന്ന ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അവരെ സഹായിക്കാതെ ഒന്നെങ്കിൽ അവരെ നമ്മൾ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ഇവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു അവസ്ഥയുണ്ട്. നമുക്ക് അവർ വേണം ഇവർ വേണം. അവരാണെങ്കിൽ മറ്റേ ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിലൂടെ നൂലിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ. അവരെ കളയുക എന്ന് പറയുന്നത് അത് നമ്മുടെ കാർമിക്ക് നമ്മുടെ ദൈവം പൊറുക്കില്ല, അവർ നമ്മൾ കൈവിട്ട് കളഞ്ഞു. എന്നാൽ കൂടെ നിൽക്കുന്ന ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കണം, നടക്കില്ല. ഇവരത് അംഗീകരിക്കില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എപ്പോഴും നമ്മളെ പുച്ഛിക്കാനാണല്ലോ എപ്പോഴും ശ്രദ്ധിക്കുള്ളൂ. അതും പോരാതെ നമ്മളൊന്ന് ഡൗൺ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയധികം വിശ്വസിക്കുകയും ട്രസ്റ്റ് ചെയ്യുകയും ചെയ്ത ആളുകൾ മുഖേന മാത്രമേ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഉള്ള ഹൈ എനർജീസിനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ പറ്റുന്ന ഏറ്റവും വലിയ എനിക്ക് ഒരുപാട് വട്ടം പറ്റിയിട്ടുണ്ട്. എനിക്കറിയാം ഇത് പറ്റുമെന്ന്. ഞാനിപ്പോൾ കറൻ്റ് ലാസ്റ്റ് എടുത്തിരിക്കുന്ന ഒരു കേസ് സിവിയർ ഇഷ്യൂ ഉള്ളൊരു കേസ്. ആ കേസ് ഞാൻ എടുക്കേണ്ട എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് കുറച്ച് സിവിയർ ഇഷ്യൂ ഉള്ള ഒരു പയ്യനാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യേണ്ട കേസാണ്. കാരണം ഒരുപാട് ആളുകളുടെ അടുത്ത്, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തെറാപ്പി, കൗൺസിലിങ്, മെഡിസിൻ കുറേ കഴിച്ചിട്ട് അവസാനം വന്നിരിക്കുന്ന കേസാണ്. അത് ഞാൻ അവസാനത്തെ ആളാണ് ആ വ്യക്തിയുടെ. പക്ഷെ എനിക്കറിയാം ഞാനിത് ടച്ച് ചെയ്താൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ബാധിക്കുന്നു. പക്ഷേ അന്ന് തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് അത് ബാധിച്ചു. അവരിൽ നിന്ന് ഇമോഷണലി എനിക്ക് ട്രിഗർ അടിച്ചു. ഞാൻ ഇമോഷണലി വീക്കായി. എൻ്റെ 2 ദിവസം എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോയി. കാരണം ഞാൻ പലപ്പോഴും നമുക്ക് കണക്ഷൻ മനസ്സിലാവുമല്ലോ. ഞാൻ അതിനെ ടച്ച് ചെയ്യുമ്പോഴാണ് ആ എനർജി ഉപയോഗിച്ചിട്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നവരെ മൊത്തം വീക്കാക്കുന്നത്. കൂടെ നിൽക്കുന്നവരെ മൊത്തം വീക്കായി കഴിഞ്ഞാൽ നമ്മൾ വീക്കായി. എന്തൊരു സമയം വേണം അതിന്. വളരെ ക്ലിയർ ക്രൂക്കഡ് പ്ലാനാണ് ഈ പ്ലാൻ പലപ്പോഴും നടക്കാറുണ്ട്. പക്ഷെ പിന്നെ ഇനി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന കേസായിരിക്കില്ല ഇനി നമ്മൾ നോക്കേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ട മൊത്തം കൂടെ നിൽക്കുന്ന ഇവരുടെ ഇമോഷൻ. ഒരു ആവശ്യമില്ലാതെ അവിടെ നിന്ന് ഇമോഷൻ വരുന്നു, ഇവിടെ നിന്നൊരു പ്രശ്നം വരുന്നു, വീട്ടിൽ നിന്ന് ഒരു ആവശ്യമില്ലാത്തൊരു പ്രശ്നം വരുന്നു, അമ്മ ഒരു ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നു, കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നു. ഒരു 3-4 ദിവസം നമ്മൾ ഇതിൻ്റെ പുറകെ അങ്ങ് പോകും. ഇത് എപ്പോഴും സംഭവിക്കുന്നതുകൊണ്ട് വളരെ സൈലൻ്റ് ആയിട്ട് എന്താണ് അവർ തരുന്നത് അവരങ്ങ് ഡിപ്രസറാവുക. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 3 പേര് അങ്ങ് ഡിപ്രസറായി. ഞാൻ ഈ കേസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഇല്ല, ആ കേസ് എടുക്കാൻ പറ്റില്ല, നടക്കില്ല, അത് എടുക്കാനേ പാടില്ല, ചെയ്യാനേ പാടില്ല, എന്തിനാ ചെയ്യുന്നത്. അപ്പം ഞാൻ ആലോചിക്കുക ഇവർക്കത് അറിയില്ല ഞാൻ അങ്ങനെ ഒരു കേസ് എടുത്തുവെന്നോ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നോ. ഇത് ഇവരിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് നമ്മൾ അങ്ങോട്ട് പറയാം. ഇങ്ങനെ ചിന്തിക്കരുത്. അതിനെ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ് മെസ്സേജ് എന്ന് പറയുന്നത്. അതെ അതെ. നമുക്കൊരു കേസ് വരുന്നു, ആ കേസ് എടുക്കണോ വേണ്ടയോ, കേസ് ഇൻ ദ സെൻസ് ആളുകളുടെ കേസ് അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി റിട്ടേൺ കേസ് അതിവിടെ വരണമെങ്കിൽ അതിവിടെ വരും, അവിടെ വരണ്ടെങ്കിൽ അത് അവിടെ വരുള്ളൂ. പക്ഷെ അത് എടുക്കണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ഓൾറെഡി ഡിസൈഡഡ് ആണ്. കറക്റ്റായിട്ട് സ്പിരിറ്റ് ഗൈഡ്സ് പറഞ്ഞു തരും. അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ മുഖേന മസ്റ്റായിട്ട് നമ്മളത് നമ്മൾ എടുത്തു എന്ന് കരുതുക, അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. നമ്മളെ മെൻ്റലി ഡൗൺ ആക്കാൻ, നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കാൻ, നമ്മളെ സ്ട്രെസ്ഡ് ആക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയത്തിൽ ഫോക്കസ് ചെയ്യില്ല. മനസ്സിലായി? അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ പാനിക്കാവുന്ന പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവർക്ക് അറിയില്ല. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്താണ് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് തോട്ട്സാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകളും എനർജി ആയിട്ട് പുറത്തേക്ക് കിടക്കുന്നുണ്ട് ബ്രെയിനിൽ നിന്ന്. ഇത് എനർജിയാണ്. നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകളും, നമ്മളെടുക്കുന്ന ഓരോ ശ്വാസത്തിലും ഈ എനർജി ഉണ്ട്. നമുക്ക് ചുറ്റും നമ്മളെന്താണ്, ഇപ്പം നമ്മുടെ ഒരു ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ഉണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓറയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം നമുക്ക് ഗ്ലെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ നമുക്കറിയാൻ പറ്റും എന്താണ് ആ വ്യക്തി ചിന്തിക്കുന്നത്, ആ വ്യക്തിയുടെ എന്താണ് ഇമോഷനോടെ കടന്നു പോകുന്നത്, എന്താണ് സംഭവിക്കുന്നത് മുഴുവൻ നമുക്ക് ആ ഒരു ഹാർട്ട് ബീറ്റ് പോലെ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ ഇതാണ് എന്താ പറയുക, നമ്മൾ ഇത്തരത്തിലുള്ള കാര്യം എടുക്കുമ്പോൾ നമ്മുടെ ലൈഫിനെ പണയം വെച്ചിട്ടാണ് എടുക്കണേന്ന് പലപ്പോഴും മുന്നിലുള്ള ആൾക്ക് അറിയില്ല. പക്ഷേ അത് ചെയ്യാനായിട്ട് നിയോഗം നിങ്ങൾക്ക് ഈ ജന്മത്തുള്ളതുകൊണ്ട് അതിൽ നിന്ന് ഇത്ര കാലം ഓടി ഒളിച്ചു അല്ലേ? നമ്മൾ ഓടി ഒളിക്കാൻ പറ്റൂല എന്നുള്ള പലപ്പോഴും ഇപ്പം എന്നെ കേൾക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ പോലും എൻ്റെ
പൊട്ടിത്തെറിച്ച് ഞാൻ മാധ്യമ അറിയപ്പെടുന്നത് പ്രവർത്തകനായിരുന്നു അല്ലേ? ഇങ്ങനെയൊന്നുമല്ല. ഇതിപ്പോ കാണുന്ന ആൾക്കാരൊക്കെ ഞെട്ടിപ്പോവും ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ. ഞാൻ ഇങ്ങനെയല്ല, എൻ്റെ ഫേസ് ഇങ്ങനെയല്ല, എൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയല്ല, എൻ്റെ സംസാരം ഇങ്ങനെയല്ല. ഞാൻ ഒരിക്കലും ഇത്രയും സ്പിരിച്വലാണെന്ന് പോലും എൻ്റെ ഫാമിലിക്ക് പോലും അറിയില്ല. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ പുറത്തോട്ട് പറയുന്നത്. ഒരു പക്ഷേ അതിന് സമയമായി കാണാതിരിക്കാൻ ഞാനത് പുറത്തോട്ട് പറയേണ്ടത്. ഞാൻ ആരോടും വേറെ ആരോടെങ്കിലും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരാളെയല്ല ഞാൻ.